മാത്രമല്ല, കാരണം ഇന്ത്യയിൽ നിന്ന് കേരളത്തിന് പുറത്തുള്ള ഏക ആൾ വല്യമാമനായിരുന്നു, വേറെ ആരുമല്ലായിരുന്നു. അപ്പോൾ ബോംബെയിൽ നിന്ന് വല്യമാമൻ വരുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്ന ഗിഫ്റ്റ്സ് ആയാലും ഡ്രസ്സ് അല്ലെങ്കിൽ യാഷിക ക്യാമറ എടുക്കുന്ന ഫോട്ടോ, അത് എൻ്റെ റോൾ ഇപ്പം നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ, എല്ലാം അപ് ടു ഡേറ്റ് ആണ്. ഇപ്പം സ്ക്രീനിൽ പോലും കണ്ടു. അന്നൊക്കെ ആ ഫോട്ടോസ് കിട്ടണമെങ്കിൽ വാഷ് ചെയ്ത് അതിൻ്റെ പ്രിന്റ് കിട്ടി അത് ആൽബത്തിലാക്കി വെക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു ഞാൻ ഗോ ത്രൂ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ അതിനേക്കാൾ മുമ്പേ പോയിട്ടുള്ളതാണ്. അപ്പോൾ വല്യമാമൻ കാഴ്ചയായിട്ട് സ്മൃതിചേച്ചി അന്ന് ആകാമുണ്ടായിരുന്നു. ഇപ്പൊ സ്മൃതിചേച്ചിയുടെ ഭാഷ കണ്ടിട്ട് പറയുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാ ഫോറിനുള്ള കുട്ടികളും നീലുവിന്റെ ആകട്ടെ ബിനുവിന്റെ ആകട്ടെ എല്ലാവരും സ്മൃതിചേച്ചിയുടെ മലയാളം കണ്ട് പഠിക്കും എന്ന് പറയാം. ബിക്കോസ് ഷി വാസ് ടു ഗുഡ് ടുഡേ. പിന്നെ എന്താ പറയാ, വല്യമാമൻ കഴിഞ്ഞ് ഗോമാമന്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വേറെ ലെവലാണ്. കാരണം എസ് ഡി ഉള്ള ഏക അമ്മാവൻ ഇന്നത്തെ കാലത്ത് ഒരു അമ്മാവൻ ഒരു വാല്യൂ ഇല്ല. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഇട്ടൊരു അമ്മാവനാണ് ഗോമാമൻ. കാരണം ഗോമാമൻ വന്ന് എന്റെ ഞങ്ങൾ താമസിച്ച ആലപ്പുഴ വീട്ടിൽ ഒരു സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ് എന്താ ചോദ്യം ചെയ്യുന്നത് എല്ലാവർക്കും. അപ്പം ഇന്നലെ വിനുവിന്റെ കുട്ടിയായ അപ്പു എന്ന് പറയുന്ന അഖിൽ എന്ന് പറയുമ്പോൾ ഒരു ബ്രോ ആ ഒരു ലെവലിലാണ് നമ്മൾ കാലഘട്ടം പോയിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഗോമാമൻ ബാലു ആ ഒരു വേറെ ലൈഫാണ്. ഞങ്ങൾ ഹോസൂര് എറണാകുളം എവിടെയൊക്കെ ഗോമാമൻ അടക്കാൻ പോയിട്ടുണ്ട്. ഗോമാമൻ ശേഷം എല്ലാം എൻജോയ് കേട്ടോ. ഗോമാമൻ സിനിമ കാണും, ഗോമാമൻ എല്ലാം ചെയ്യും. പക്ഷെ ഗോമാമൻ നമ്മളൊന്ന് കുറ്റപ്പെടുത്തുകയാണ്. പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛനെ കാര്യം പറഞ്ഞു. ഇന്ന് അമ്മ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും പേപ്പറിൽ ആണ് വായിച്ചത്. അമ്മ രാമായണത്തിൽ വായിച്ചത് ആരെങ്കിലും കണ്ടോ? ഫ്രം മൊബൈൽ. അപ്പോഴാണ് ആ ഗൂഗിൾ അപ്പച്ചി എന്നുള്ള വിളിക്കുന്ന അത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ന് വല്യമാമൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാസ്റ്റ് റെസിഗ്നേഷൻ അവിടെ റിട്ടയർ ആണെങ്കിലും വല്യമാമൻ വിളിച്ച് അമ്മയുടെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഈ കേക്ക് ഇടേണ്ടത്, ഈ ഫോട്ടോ ഇടേണ്ടത് ചോദിക്കുവാണെങ്കിൽ അതാണ് കാലഘട്ടത്തിന്റെ ചേഞ്ച്. ഓക്കെ, പൊടി ചിക്കൻ പാടില്ല, അതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്. അതിൽ നിന്ന് ഇത്ര നല്ല മലയാളം ശ്രദ്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത്. പിന്നെ ആരാണ്? രാജകുഞ്ഞമ്മ അമ്മ എന്ന് ഒരുപോലെ പാലമ്മയായ രാജകുഞ്ഞമ്മ എന്നും അതേപോലെ ഇന്ദൂരം മുട്ടിനെ വളർത്തി മതിയാകാതെ തീർച്ചയായും തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പിയിട്ട് മൂത്രമൊഴിച്ച് അപ്പിയിട്ട് വലിച്ച് മൂത്രമൊഴിച്ച് കാര്യമില്ല. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെയൊക്കെ ആ പണ്ടത്തെ ആ സരസ്വതി കൊണ്ടത് ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ള ആ വീടിന്റെ ഒരു മറ്റേ പച്ച കളറിലെ വട്ട ചേറുകള്. അപ്പൊ അമ്മൂമ്മ മരിച്ചതായാലും അമ്മൂമ്മ മരിച്ചത് എനിക്കറിയില്ല ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ മരിച്ചത് അപ്പോൾ ഗോമ നേരത്തെ നറേറ്റ് ചെയ്തായിരുന്നു. അമ്മൂമ്മ മരിച്ചപ്പോഴത്തേക്കും കരിക്കുവെള്ളം കൊടുത്തു. ഞാനും ആ കരിക്കുവെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മൂമ്മ എക്സ്റേ അന്നത്തെ ഞാൻ പറയാം ഒരു കാലഘട്ടത്തിനൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാം സങ്കടപ്പെട്ട ആ കാലഘട്ടത്തില് എനിക്ക് എക്സ്റേ ഹോസ്പിറ്റലിലെ വാട്ടയ്ക്കപ്പം കഴിക്കുന്ന കോഫി കഴിക്കുന്നതാണ് എന്റെ ഫാന്റസി. കാരണം ഞാൻ അത്ര കുട്ടിയായിരുന്നു. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അമ്മൂമ്മ മരിച്ചപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു കറുത്തൊരു ലിക്വിഡ് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നിട്ടാണ്. ഈവൻ ആ ഡെഡ് ബോഡി എടുത്ത് വെച്ചിട്ടും അത് അവിടെ റീറ്റെയിൻ ആയിരുന്നു. ഇതേപോലെ ഒരു ക്രിക്കറ്റ് സീസൺ വേൾഡ് കപ്പിൽ എന്നെ മാറ്റി ചേട്ടത്തെ കൊണ്ട് നിർത്തിയായിരുന്നു. അപ്പൊ അമ്മൂമ്മ മരിക്കുന്ന സമയമാണ്. അമ്മൂമ്മ അജിത നഴ്സൊക്കെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എല്ലാവരും നിങ്ങളെല്ലാം ഒരുപാട് നോക്കിയിട്ടും ഏറ്റവും കൂടുതൽ അന്ന് ലാസ്റ്റ്. അപ്പൊ അമ്മൂമ്മ ലാസ്റ്റ് മരിക്കുമ്പോൾ അവിടെ ഗോമാനില്ല, ഗോമാൻ അവിടെ പോയിരിക്കുന്നത്, ഗോമാൻ താമരക്കുളത്ത് അവിടെ പോയിരിക്കുന്നത്. അപ്പൊ ഹൈമ കുഞ്ഞമ്മ ബാലുടെ നീരുടെ വിളിക്കാൻ പോയിരിക്കുമായിരുന്നു. അപ്പൊ ഹൈമ കുഞ്ഞമ്മ അവിടെ നിൽക്കൊണ്ട് ഞാനുണ്ട്, അജിത നഴ്സുണ്ട്. ഞാൻ മോളി കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തുകൊണ്ടിരുന്നേക്ക് അമ്മൂമ്മ ലാസ്റ്റ് ബ്രത്തില് ഒരു കണ്ണിങ്ങനെ തുറന്ന് നോക്കിയൊരു ഫോട്ടോ ഉണ്ട്. അത് കണ്ടത് ഞാൻ എനിക്ക് മാത്രമാണ്, വേറെ ആരും കണ്ടിട്ടില്ല. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയി വെക്കുന്നു. അപ്പൊ അമ്മൂമ്മയുടെ മോഷൻ പാസ്സാകുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്നെ ഒരു എക്സ്പീരിയൻസ് ആക്കി ഞാൻ അന്നൊരു കരിക്ക് വീഴാണ് എൻ്റെ വീട്ടിൽ തെങ്ങുന്നു. ആ കരിക്ക് വെള്ളവും കൊണ്ടാണ് നമ്മൾ കരിക്കോട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ചന്ദനം എൻ്റെ ബാക്കിലെ കൊണ്ടു. അതെനിക്ക് അന്ന് അപ്പാളെനിക്ക് തൊടാൻ തോന്നി. പണ്ടത്തെ ഇപ്പം പറഞ്ഞ പോലെ ഫോണൊന്നും ഇല്ലല്ലോ, എല്ലാം കുറേ നമ്പറുകളുണ്ട്. കുറേ നമ്പറുകൾ ഞാൻ എടുത്തിരുന്നു. ആ നമ്പറുകൾ എടുത്തപ്പോൾ അപ്പോൾ ആ സമയത്ത് ഈ ചന്ദനം തൊട്ടു. അങ്ങനെ വന്നപ്പോഴാണ് ഗോവ നേരെ ചെയ്ത ആ സംഭവം ഉണ്ടായത്. അപ്പോൾ മനുഷ്യൻ ചോദിച്ചു ഞങ്ങൾ എല്ലാവരും ചുറ്റാകെ 8 മക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഒരു കാലത്തും ആർക്കും എങ്ങും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഒരു മരണം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അമ്മൂമ്മ മരിച്ചു. അന്നത്തെ കാലത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ മുറ്റത്ത് എപ്പോഴും കുറെ ചെയറും മുറുക്കാൻ ചെല്ലും ബീൽസിന്റെ സിഗരറ്റിന്റെ പാക്കറ്റ്സും ഒക്കെ വെച്ചിരുന്ന ഒരു കാലഘട്ടം
ഇന്ന് ആരും അത്ര ഫോളോ ചെയ്യാൻ സാധാരണ എനിക്കിപ്പോഴുള്ള വലിയമാവൻ കണ്ണൊക്കെ എഴുതി കുളത്തിൽ കളിച്ച് അതേ കുളത്തിൽ ഞാൻ മുങ്ങിപ്പോയതുകൊണ്ട് കൊല്ലത്തെ രാജമാവനാണ് എന്നെ പൊക്കിയിടുന്നത്. അതിന്റെ ആയിട്ടുള്ള ഒരു ക്ലോസ്ട്രോഫോബിക് സെൻസ് എനിക്ക് ഇപ്പോഴും ഉള്ളതാണ്. എന്റെ കുട്ടിക്ക് വരെ പ്രോബ്ലം അവർക്ക് സ്വിമ്മിങ് പഠിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ഈയിടയ്ക്ക് ഒരു അണ്ടർ വാട്ടർ സിംഗ് ഞാൻ നടത്തി, അതിനൊന്നും പറയാം, പക്ഷെ പറ്റുന്നില്ല. സരസ്വതി മന്ദിരത്തിലെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ക്ലോസ്ട്രോഫോബിയ. അതുകൊണ്ട് അമ്മയും ഗോമാവനൊക്കെ ഓപ്പൺ എംആർഐ എടുക്കാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കുറെ ജനറ്റിക്കൽ പ്രോബ്ലംസ് നമ്മുടെ ഫാമിലിയിലുണ്ട്. എന്റെ കുട്ടികളെ ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് രാജപെരുമ ഇപ്പോഴും കുട്ടികളുടെ മാനേജർ പഠനക്കാട്ടു വേണം, വേറെ ഒരു ചേഞ്ച് വരെ കാണുന്നില്ല. ചന്ദ്രചേരൻ അതേപോലെ നിൽക്കുന്നു, ഇടയ്ക്കൊന്ന് പോകുന്നു, എല്ലാം ചെയ്യുന്നു, എല്ലാവരെ കുറിച്ച് ദൂരത്തിൽ എഴുതുന്നു. പിന്നെ അന്തുപേരുമാണെങ്കിൽ അന്നും ഒരേപോലെ രാജചേരൻ ഇന്നും അവരും ദൂരത്തിൽ പാടുന്നു. അറിയ ഒരു പിക്ചറാണ് അവർ പണ്ടേ പ്രസിദ്ധീ ചെയ്യുന്നത്. പിന്നെ അമ്മ മാളുവിന്റെ വീഡിയോ അന്നത്തെ കാലത്ത് സരസ്വതി മന്ദിരത്തിൽ ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാത്ത കാലത്തിൽ ഇത് കുട്ടിയെ കളിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അപ്പൊ മാളു ആയാലും അച്ചു ആയാലും ഞങ്ങളൊക്കെ അമ്മു അല്ല മാളു അച്ചുവൊക്കെ 8 കുട്ടികൾ. അപ്പൊ ഇവരൊക്കെ ഒന്ന് 10 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കളിപ്പിക്കാൻ കിട്ടുവാണെങ്കിൽ വളരെ ഹാപ്പി. ഇപ്പൊ ഈ അച്ചുവിന്റെ വാഴ കാണുമ്പോഴേക്കും അത് ഓർമ്മ വരുന്നത് എല്ലാവർക്കും അതായിരുന്നു സംഭവം. വേറെ ഒന്നുമില്ല. അത് കരട് പോകുമ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഞാനൊക്കെ മറ്റേ ട്യൂബിലായിട്ട് ചാനൽ ഉപയോഗിച്ച് അതിനെ ക്ലീൻ ആക്കിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ട് ഹാഫ് ആൻ അവർ അപ്പുറത്തെ വീട്ടിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകളോട് പോലും സംസാരിച്ചു കൊടുക്കുന്ന കാലഘട്ടം. ഇന്ന് നമുക്ക് ഒന്നിനും സമയമില്ല. പക്ഷെ നിങ്ങളൊക്കെ ഒരു ബ്ലസ്ഡ് ജനറേഷനിലുള്ള ആളുകളാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങളൊന്നും ട്രാഫിക് അനുഭവിച്ചിട്ടില്ല അന്നത്തെ കാലത്ത്. ഗോയിങ് ടു വർക്ക് പ്ലേസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോക്സിക് മാനേജർ ഉണ്ടായിട്ടുള്ളത്. ഞാനും ഇന്നത്തെ എല്ലാവരും അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ വളരെ മാറിയിട്ടുണ്ട്. നിങ്ങൾ അന്നത്തെ പെൻഷൻ കിട്ടിയതോ അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് സെക്ടറിലൊക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിലല്ല ഞങ്ങൾ ആരും പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ സ്ട്രെസ്സും നിങ്ങളുടെ സ്ട്രെസ്സും വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഇത് പെൻഷൻ കിട്ടുന്നു, നിങ്ങൾക്ക് അത് കിട്ടുന്നു, നിങ്ങളുടെ ആനുകൂല്യങ്ങൾ അതൊന്നും നമുക്കില്ല. അപ്പം ബി ബ്ലെസ്ഡ് ടു ബി ഇൻ ദാറ്റ് ഇറ. കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നതും കോവിഡ് ഭാവിയിൽ ഉണ്ടായതും ഒക്കെ വളരെ വളരെ വ്യത്യാസത്തിലുള്ള കാര്യങ്ങളാണ്. അംബികമ്മയുടെ കാര്യത്തിൽ ഇപ്പൊ അംബികമ്മ 2 കുട്ടികളും പുറത്താണ്. രാജപെരും അംബികമ്മയുടെയും തൈക്കാണ്ടിച്ചിരി ലൈഫും അവരുടെ ആലപ്പി മൈഗ്രേഷനും എല്ലാം നമ്മുടെ വീടുമായി. വത്സലത്തിന് പണ്ട് ഒരിക്കലും പാട്ട് പാടത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കണ്ടു വത്സലത്തിന് പറഞ്ഞ എല്ലാവരും കറക്റ്റാണ്, പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജപെരും വത്സലത്തിന് അവരുടെ ആ ഒരു ലൈഫ് അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നു. ഹൈമുഖത്തിന് എനിക്ക് ഓർമ്മ വരുന്നത് ആലപ്പാട് ഒരു പട്ടുപാവോടെ ഉണ്ട്. ഒരു ഹൈമുഖത്തിന് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു നീല പച്ച ബ്ലൗസ്. എനിക്ക് ഓർമ്മ വരുന്നത് നീല നമ്മുടെ സരസ്വതി മന്ദിര വീടിന്റെ ആ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, തേങ്ങ പൊതിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൻ അഡ്മിറ്റായി ഫൈനൽ സ്റ്റേജിലാണെന്ന് പറയേണ്ടതും അമ്മയും എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ തേങ്ങ പൊതിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈ ന്യൂസ് വേണം ഗോവനാണെന്ന് വിളിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ലാൻഡ് ഫോണാണ് ഇവിടുന്നാണ് ഇതെല്ലാം വലിച്ചെറിഞ്ഞാണ് ഓടിയത്. അപ്പം ഞാൻ രാവിലെ തോന്നി എനിക്ക് അപ്പൊ സംസാരിക്കണം നിങ്ങളുടെ ഗോമാമ സംസാരിക്കുമ്പോൾ എല്ലാ സിബ്ലിങ്സും ഭയങ്കര കരച്ചിലുള്ളതാണ്. അപ്പൊ ആ സമയം കറക്റ്റല്ല. അപ്പൊ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പോലെ പറയാൻ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നത് പാട്ട് ആയിട്ടില്ല. എനിക്കറിയില്ല, പക്ഷെ എന്റെ ഒരു ഇമോഷൻസ് ഐ ഷുഡ്. പിന്നെ ഐമുകളിൽ നിന്ന് വളരെ ഹാപ്പിയാണ് ആക്ച്വലി. മുമ്പാണ് ഐമുകളിൽ പാട്ട് പോലെ രാമായണത്തിൽ അമ്മ പാടുന്നത്. അമ്മ പാടുന്നതിനേക്കാളും അമ്മ പാടുന്ന പ്രിയച്ചുമില്ല, പക്ഷെ അമ്മയെക്കാളും കൂടുതൽ ഹാപ്പി ഐമുകളിലായിരുന്നു പറയുക. പിന്നെ രാജ്യത്തോടെ പ്രിപ്പയർഡ് സ്ക്രിപ്റ്റുമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരും ഒബ്സർവ് ചെയ്യാറുണ്ട്. വലിയമ്മയ്ക്ക് ഇപ്പോഴും ഹെൽത്ത് വൈസ് ഒരു ടോപ്പ് ഓഫ് ഹെൽത്ത് ഇല്ല, എന്നാലും വലിയമ്മ ഫുൾ കോപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഗോമാവനാണെങ്കിലും വലിയമാവനാണെങ്കിലും എല്ലാവരും പുറത്തു വരുന്നു. അച്ഛൻ അവിടെ ഇരിക്കൊണ്ട് അച്ഛനായിട്ടുള്ള ഇതില്. പിന്നെ എന്താ പറയാ, മീൻ ചേച്ചി ഒരു വളരെ ഒരു ക്രൈസിസിൽ കൂടെ പോയിട്ട് വന്നിരിക്കുന്നു. എല്ലാവരും പ്രേയേഴ്സും എല്ലാം കൊണ്ടും മീൻ ചേച്ചി ഈസ് ഗുഡ്. മീൻ ചേച്ചിയുടെ കുട്ടികളും എല്ലാവരും നന്നായിട്ടിരിക്കണമെന്ന് പറയുന്നു. ഐ ചേച്ചി, ഉഷ ചേച്ചി എല്ലാവരും. ഉഷ ചേച്ചി റിട്ടയർഡായി. ഞങ്ങൾ ഇങ്ങനെ കുട്ടിയോട് പോയായിരുന്നു. ഐ ചേച്ചി എത്ര വർഷമുണ്ട്? 3 വർഷമുണ്ട്. ഒരുപാട് സമയമുണ്ട്. ഐ ചേച്ചിയുടെ ലുക്ക് എന്ന് പറയുന്നത് അന്ന് കണ്ടത് ഇന്ന് കണ്ടത് ഒരേപോലെ. പക്ഷേ ഏറ്റവും കൂടുതൽ വ്യത്യാസം അനുചേച്ചി എന്ന് കണ്ട ആ വീഡിയോയില് അനുചേച്ചിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വല്യമ്മയുടെ റിസപ്ലൻസ് ഉള്ള ഒരു മകള് അനുചേച്ചിയാണ്. അനുചേച്ചി എനിക്ക് ഓർമ്മയുള്ളത് മുല്ലയ്ക്ക് ഞാൻ ചെറുപ്പം നിൽക്കുമ്പോഴത്തേക്ക് അനുചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ഞാൻ മുല്ലയ്ക്ക് കണ്ടുമുട്ടി. അപ്പം അനുചേച്ചി ഒരു ഡ്രസ്സ് ഷരാര ഡ്രസ്സ് ഇട്ടിട്ടാണ് മുല്ലയ്ക്ക് പോകും. കുറെ ആളുകൾ ഇങ്ങനെ വായി നോക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുവാണെന്ന് വെച്ചു. അന്ന് അനുചേച്ചി അന്നത്തെ കാലത്ത് ചെന്നൈയിലും ഡൽഹിയിലും എന്തോ 2 സ്ഥലത്ത് ഒരു ദിവസം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പറഞ്ഞ പുലിയായിരുന്നു അന്നത്തെ അനുചേച്ചി. ഇന്ന് എനിക്കറിയില്ല, ഇന്ന് ഇത്രയും ഡിവോഷണലൊക്കെ ആയിട്ട് പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം അനുചേച്ചി പിന്നെ രാജേട്ടൻ ഇപ്പൊ പാട്ടൊക്കെ പാടുന്ന രാജേട്ടനെ ആദ്യം കാണുന്നതാണ്.
ചേട്ടന്റെ ഉറപ്പായിട്ടും മാതൃമതിയോട് പറഞ്ഞു കൊടുക്കും അപ്പച്ചി കണ്ടു പഠിക്കുന്നത്. കാരണം അപ്പച്ചി വാസ് ടു ഗുഡ് ടുഡേ. അഗൈൻ വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ്. പിന്നെന്താ പറയാ, ഒരു പഴയ പാർട്ടീസാ ട്രെയിൻ നിർത്തിയത്. ഇല്ല ട്രെയിൻ നിർത്തിയ സ്റ്റോറി ഉണ്ട്. അത് വലിയ ഞാൻ പറയാം ഓട്ടോ താങ്ക്സ് ഞാൻ പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംസാരിക്കുന്നു. പക്ഷേ എന്താ പറയാ, കുറെ സ്റ്റോറി ഇനിയുണ്ട്, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല.